ഒന്നോട്ട്. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 4-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരുമെന്നുള്ള വിഷയത്തിൻ്റെ ഞാൻ ഇന്ന് അവസാന ഭാഗം എത്രയും വേഗം അതൊന്ന് ഒരു ക്യാപ്സൂൾ പരുവത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എത്ര പറഞ്ഞാലും തീരത്തില്ല കർത്താവിൻ്റെ വരവ്. അതിങ്ങനെ നമുക്ക് അതിൻ്റെ ആശയങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും. ആമേൻ. അതുകൊണ്ട് വളരെ ചുരുക്കമായിട്ട് എൻ്റെ അവസാന ഭാഗങ്ങൾ പറഞ്ഞു നിർത്തുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ വരവിനെ 4 ഘട്ടങ്ങളായി തിരിക്കുന്നു. ഒന്ന് പ്രവാചകൻ, അതിൻ്റെ ആ സാക്ഷ്യങ്ങളെ, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളെ 4 ഘട്ടങ്ങളായി തിരിക്കുന്നു. ഒന്നാമത്തെ സാക്ഷ്യം പ്രവാചക സാക്ഷ്യം, രണ്ടാമത്തെ സാക്ഷ്യം അപ്പോസ്തോലിക സാക്ഷ്യം, മൂന്നാമത്തെ സാക്ഷ്യം കർത്താവിൻ്റെ സാക്ഷ്യം, 4-ാമത്തെ സാക്ഷ്യം സ്വർഗീയ സാക്ഷ്യം. അങ്ങനെ 4 സാക്ഷ്യം. അതിൽ പ്രവാചകന്മാരുടെ സാക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്നലെ അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം, 5 അപ്പോസ്തലന്മാരുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. അതിൻ്റെ അവസാനത്തെ 2 സാക്ഷ്യങ്ങൾ, അതായത് ആദ്യത്തെ 3 പേർ പറയുന്നത് രഹസ്യവരവിനെക്കുറിച്ചാണ്, അടുത്ത 2 പേർ പറയുന്നത് പരസ്യവരവിനെക്കുറിച്ചാണ്. അതിൻ്റെ രഹസ്യവരവിനെക്കുറിച്ചുള്ള ഭാഗം നമ്മൾ ചിന്തിച്ച് ഇന്നലെ അവസാനിപ്പിച്ചു. തുടർന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് അടുത്ത 2 പേരുടെയാണ്, പത്രോസിൻ്റെയും യൂദയുടെയും സാക്ഷ്യം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള അവരുടെ സാക്ഷ്യമാണ് നമുക്ക് പറയാനുള്ളത്. എനിക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി ആ 4 സാക്ഷ്യങ്ങൾ ആദ്യത്തെ നമ്മൾ പറയാനുള്ള, ഇനി ശേഷിക്കുന്ന 2 സാക്ഷ്യങ്ങളെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് ഈ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. ഇനി നമുക്ക് പറയാനുള്ള സാക്ഷ്യം, 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സാക്ഷ്യമാണ്. അതിലൊരു സാക്ഷ്യം ദേവദാസൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മെസ്സേജ് പറഞ്ഞപ്പോൾ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്ന്, ഞാൻ പോയി ഭവനമൊരുക്കിയിട്ട് നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതൊരു സാക്ഷ്യമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ആദിയോടന്തം, പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ ഏകദേശം 14 പ്രാവശ്യം കർത്താവായ യേശുക്രിസ്തു തന്നെ സാക്ഷീകരിച്ചിട്ടുണ്ട്, ഞാൻ മടങ്ങി വരുമെന്ന്. ആ ഭാഗങ്ങൾ എടുത്ത് ചിന്തിച്ച് ഇത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം, നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഒന്ന് വായിച്ചു വിടാം. അതിങ്ങനെയാണ്. ആ 14 ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താം. ഒന്ന്, ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ചിട്ട് യേശുക്രിസ്തു തൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച്, അതായത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. 2, യെരുശലേമിലേക്കുള്ള യാത്രാമധ്യയിൽ, അതിൻ്റെ ആരംഭത്തിൽ യേശുക്രിസ്തു തൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3-ാമതായിട്ട് ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. പിന്നെ തൻ്റെ സ്വന്തം ജനത്തിനോട്, ആമേൻ, ഹല്ലേലൂയ, ഒന്ന് വായിക്കാം ആ ഭാഗം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 38-ഉം 39-ഉം വാക്യങ്ങൾ. തൻ്റെ സ്വന്തം ജനത്തിനോട് കർത്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തൻ്റെ വരവിനെക്കുറിച്ച്. നിങ്ങളുടെ ഭവനം ശൂന്യമായിരിക്കും, ആമേൻ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ആമേൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. ആമേൻ, ഹല്ലേലൂയ. അവിടെ സ്വന്തം ജനത്തിനോട് പറയുകയാണ്, ആമേൻ, ഞാൻ മടങ്ങി വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ഒലിവുമല സംഭാഷണത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പറയുന്നുണ്ട്. കൂടാതെ 10 കന്യകമാർ, നമ്മൾ ഇന്നലെ ചിന്തിച്ച 10 കന്യകമാരുടെ ഉപമയിലും അതുപോലെ തന്നെ താലന്തുകളുടെ ഉപമയിലും സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ വരുന്ന യജമാനൻ്റെ ഉപമയിലും തൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് കർത്താവ് സൂചിപ്പിച്ചിട്ടുണ്ട്. നിൻ്റെ വരവിൻ്റെ അടയാളം എന്ത് എന്ന് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മുൻപിൽ
താൻ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ തൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചിട്ടുണ്ട്. പെസഹാനന്തരം തൻ്റെ പ്രഭാഷണത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കയ്യഫാവിൻ്റെ അരമനയിൽ വിസ്തരിക്കുമ്പോൾ തൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒടുവിലായി തെബരിയാസ് കടൽക്കരയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണാനന്ത ഉയർപ്പിന് ശേഷം അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തൻ്റെ ശിഷ്യന്മാരെ കടൽക്കരയിൽ വെച്ചുള്ള സംഭാഷണത്തിലും ആമേൻ തൻ്റെ ഉയർപ്പിന് ശേഷമൊക്കെയും തൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ആ ഭാഗങ്ങൾക്ക് എടുത്ത് നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഓടിച്ചങ്ങ് പോയത്. നമുക്ക് എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഓടിച്ചു പോയത്. ആമേൻ. അടുത്തതായിട്ട് 4-ാമത്തെ സാക്ഷ്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള 4-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗീയന്മാരുടെ സാക്ഷ്യമാണ്. ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, 8 മുതൽ താഴോട്ടുള്ള വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവൻ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ആ വെള്ളവസ്ത്രം ധരിച്ച സ്വർഗത്തിലുള്ള ദൂതന്മാരുടെ സാക്ഷ്യം. നമുക്കറിയാം ആ സന്ദർഭം. അതിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒലിവുമലയിൽ ചെന്നിട്ട് അവർക്ക് ഉപദേശങ്ങൾ നൽകിയ ശേഷം ഒരു മേഘം അവനെ മൂടി അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം ആകാശത്തേക്ക് ആശ്ചര്യത്തോട് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്ന ആ സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന ദൂതൻ്റെ സാക്ഷ്യമാണ് നമ്മൾ അവിടെ വായിച്ചത്. അതാണ് സ്വർഗീയൻ്റെ സാക്ഷ്യം. അവൻ പോയതുപോലെ മടങ്ങി വരും. അത് യഹൂദന്മാരോടാണ് പറഞ്ഞ പോയതുപോലെ മടങ്ങി വരുമെന്ന്. ആമേൻ. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ വരവെന്ന് പറയുന്നത്. അവൻ പോയത് എവിടാ? ഒലിവുമലയിൽ നിന്നുകൊണ്ടാണ്. ആ ഒലിവുമലയിലേക്ക് തന്നെ അവൻ മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു മഹത്തായ കാര്യമുണ്ട്. തൻ്റെ സഭയെ ചേർക്കുവാൻ അവൻ തൻ്റെ മേഘങ്ങളിൽ വരും. പരസ്യവരവും രഹസ്യവരവും. ഒന്നുകൂടെ പറഞ്ഞാൽ മേഘപ്രത്യക്ഷതയും മഹത്വപ്രത്യക്ഷതയും. മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത് നമ്മളെ വരവേൽക്കുവാൻ അവൻ മേഘം വരെ വരുത്തുള്ളൂ. കാരണം അവൻ ഭൂമിയിൽ വന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞൊരു വാക്ക് അവിടെ അത് വാക്കല്ലാതായി പോകും. എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. അവൻ ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ആ കർത്താവ് നമ്മളെ സ്വീകരിക്കുവാൻ ഈ ഭൂമിയിൽ വന്നാൽ യഹൂദന്മാരോട് പറഞ്ഞ വാക്ക് തെറ്റായി പോകും. ഞാൻ നിങ്ങളെ തേടി ഒലിവുമലയിൽ ഇറങ്ങുമെന്നുള്ള വാക്ക് തെറ്റായി പോകും. എൻ്റെ കർത്താവ് അതുകൊണ്ട് ആ മേഘം വരെ വരുത്തുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോവുക ചെയ്യുന്നത്. നമ്മൾ അവനെ വരവേൽക്കുവാൻ അങ്ങോട്ട് പോവുക ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് രഹസ്യവരവെന്ന് പറയുന്നത്. ഈ രഹസ്യവരവിൻ്റെയും പരസ്യവരവിൻ്റെയും ഇടയിൽ ചില സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. അവൻ ഈ രഹസ്യവരവിൽ നമ്മൾ വന്നു മേഘത്തിൽ. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ആ വാനമേഘത്തിൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കാഹളത്തോടു കൂടെ വന്നു. ആമേൻ. ഹല്ലേലൂയ. മണവാട്ടിയായ സഭയെ ചേർത്തു. ആമേൻ. ഒരു മണവാട്ടിയാകുന്ന സഭയെ മണവാളൻ ചേർത്തു. അതുപോലെ തന്നെ യജമാനൻ തൻ്റെ ആദ്യ ഫലത്തെ കൊയ്യുവാൻ വന്നു. അങ്ങനെ ഈ ഫലത്തെയും കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു ചെന്ന് ആമേൻ തുടർന്നുള്ള 7 വർഷക്കാലം സ്വർഗത്തിൽ ഹല്ലേലൂയ വീണ്ടെടുത്ത തൻ്റെ മണവാട്ടിക്ക് കൂലിയും പ്രതിഫലവും നൽകുന്ന 7 വർഷക്കാലമാണ് പിന്നെ സ്വർഗത്തിൽ നടക്കുന്നത്. നമ്മൾ സഭയാകുന്ന നമ്മൾ ഹല്ലേലൂയ മഹത്വമുള്ള ശരീരം പ്രാപിച്ച് സ്വർഗത്തിൽ 7 വർഷക്കാലമായിരിക്കും. എന്നാൽ ഹല്ലേലൂയ ആ സമയത്ത് ഈ ഭൂമിയിൽ ആമീൻ ഹല്ലേലൂയ പീഡയുടെ കാലമാണ്. മഹത്വത്തിൻ്റെ മഹോപദ്രവത്തിൻ്റെ ഹല്ലേലൂയ മഹോപദ്രവത്തിൻ്റെ 7 വർഷക്കാലമാണ്. ആമീൻ ഹല്ലേലൂയ. ഞാൻ
ആ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം മൊത്തം 22 അധ്യായങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അധ്യായം പറയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. ആമേൻ. 12 മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് സുപരിചിതമായ ഭാഗമാണ്. അവൻ ഹല്ലേലൂയ രാജമുടി ചൂടി വരുന്ന യേശു ക്രിസ്തുവിനെ അവിടെ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന ഭാഗം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒന്ന് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ഈ അടുക്ക് പ്രകാരം നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. ഞാനിപ്പോൾ ഈ പറയുന്ന ഈ അടുക്ക് പ്രകാരം ഈ വെളിപ്പാട് പുസ്തകം വായിച്ചാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെ ആഗ്രഹത്തോടെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. എന്ന് വെച്ചാൽ ഒന്നാമത്തെ അധ്യായം പറയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ നേടിയ അധികാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ പവർ, അവൻ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായം. 2-3 അധ്യായങ്ങളെന്ന് പറയുന്നത് ആമേൻ എഫെസോസ് മുതൽ ആമേൻ ഹല്ലേലൂയ ലവോദിക്യ വരെയുള്ള 7 സഭകളിൽ നടക്കുന്ന സംഭവങ്ങൾ. ഇതാണ് 2-3 അധ്യായങ്ങളിൽ പറയുന്നത്. 7 സഭകളിൽ നടക്കുന്ന ആ സഭ ഇന്നത്തെ സഭയ്ക്ക് ഒരു ഉദാഹരണമാണ്. നമ്മൾ ചിന്തിക്കേണ്ട, പ്രവർത്തിക്കേണ്ട പല കാര്യങ്ങളും ആ സഭയിൽ നോക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സഭയിലുണ്ട്. ഇതാണ് ഈ 2-3 അധ്യായങ്ങൾ പറയുന്നത്. എന്നാൽ 4-5 അധ്യായങ്ങൾ പറയുന്നത് സഭായുഗം കഴിഞ്ഞ് സഭ എടുക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു. കേട്ടത് ആദ്യ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. യോഹന്നാനെ ആമേൻ നമ്മുടെ പുതിയ നിയമസഭയുടെ ആദ്യത്തെ പ്രതിനിധിയായിട്ട് യോഹന്നാനെ കർത്താവ് സ്വർഗത്തിലേക്ക് വിളിച്ച് സ്വർഗത്തിലെ മഹത്വം ഒക്കെയും കാണിക്കുക. എന്തിനാണെന്നറിയോ? നമ്മളോട് പറയാൻ. ആമേൻ. തന്നെ കാത്തിരിക്കുന്ന തൻ്റെ ഭക്തരോട് പറയാൻ ഇതാണ് സ്വർഗമെന്ന് കാണിക്കാൻ വേണ്ടി യോഹന്നാനെ വിളിക്കുന്ന ആ സഭയുടെ പ്രതിനിധിയായിട്ട്, ഈ സഭയുടെ രഹബോത്ത് സഭയുടെ പ്രതിനിധിയായിട്ട് യോഹന്നാനെ ദൈവം കാലങ്ങൾക്ക് മുൻപേ വിളിച്ചു. സ്വർഗത്തിലെ മഹത്വം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ആമേൻ. അങ്ങനെയെങ്കിൽ 4-5 അധ്യായങ്ങൾ പറയുന്നത് സഭായുഗത്തിൻ്റെ കാര്യവും സഭായുഗം കഴിഞ്ഞ് സഭ എടുക്കപ്പെടുന്ന കാര്യവുമാണ്. ആമേൻ. തുടർന്ന് 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ പറയുന്നത് മഹോദ്രവത്തെക്കുറിച്ചാണ്. നമ്മൾ സഭ എടുക്കപ്പെട്ടതിന് ശേഷം, അതായത് പലരും പഠിപ്പിക്കുന്നുണ്ട് മഹോദ്രവ കാലത്ത് സഭ ഇവിടെ കാണുമെന്ന്. ഒരിക്കലും സഭ ഇവിടെ കാണത്തില്ല. മഹോദ്രവ കാലത്ത് കർത്താവിൻ്റെ മണവാട്ടിയാകുന്ന സഭ എടുക്കപ്പെടും. എന്നാൽ ആ സഭയിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ, ആമേൻ, ദൈവത്തെ സേവിക്കാതെ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ ജഡത്തിൻ്റെ പ്രവൃത്തിക്ക് കീഴ്പ്പെട്ട ആ സഭയിൽ ജീവിക്കുന്ന വ്യക്തികൾ ഇവിടെ കാണും. പക്ഷെ സഭ ഇവിടെ കാണത്തില്ല. കർത്താവിൻ്റെ മണവാട്ടിയാകുന്ന സഭ ആ ഹല്ലേലൂയ ഈ മഹോപദ്രവത്തിന് മുൻപേ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എടുക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ആ കാര്യങ്ങളെക്കുറിച്ചാണ്, ആ മഹോപദ്രവത്തെക്കുറിച്ചാണ് 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 19 മുതൽ 22 വരെയുള്ള ലാസ്റ്റ് 4 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ മഹോപദ്രവത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ വരവും അതിനുശേഷം ഹല്ലേലൂയ 1000 ആണ്ട് വാഴ്ചയും അതിനുശേഷമുള്ള ഹല്ലേലൂയ ശിക്ഷാവിധികളും നിത്യതയും. ഇത്രയും കാര്യങ്ങളാണ് അടുത്ത 3 സബ്ജക്റ്റ്. ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം വായിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും. അത് വായിക്കാൻ നമുക്കൊരു ആഗ്രഹമുണ്ടാകും. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം വായിക്കാൻ പിശാച് നമ്മളെ അതിന് ഇടയാക്കത്തില്ല. കാരണം എന്തെങ്കിലും പ്രതികൂലങ്ങൾ കൊണ്ടിട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്കത് വായിക്കണം, എനിക്ക് പഠിക്കണം, അതിലുള്ള ആ പ്രത്യാശ അത് പ്രാപിച്ച് എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർ ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ തുടർന്നുള്ള നാളുകളിൽ വെളിപ്പാട് പുസ്തകം പഠിക്കണമേ എന്ന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അതാണ് ഇനിയും എന്താണ് മഹോപദ്രവം?
എന്താണ് മഹോദ്രവം എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ സംഭവിക്കുന്ന അതികഠിന നാളുകളാണ്. ആമേൻ, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പല പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. കുഞ്ഞാടിൻ്റെ കോപ ദിവസം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാടിൻ്റെ കോപ ദിവസം ഒരു പേരാണ് ഈ മഹോദ്രവ കാലത്തിന് പറയുന്നത്. അതുപോലെ തന്നെ പ്രതികാരകാലം. ആമേൻ, ഹല്ലേലൂയ. യഹോവയുടെ ദിവസം, കോപ ദിവസം, ഹല്ലേലൂയ. പരീക്ഷാകാലം, ദൈവത്തിൻ്റെ കോപ ദിവസം, അങ്ങനെ ഹല്ലേലൂയ. അങ്ങനെ പല പേരുകളിൽ ഈ മഹോദ്രവ കാലഘട്ടത്തെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി ആരാണ് മഹോദ്രവവാസികൾ? അതായത് ഈ മഹോദ്രവം നടക്കുന്ന 7 വർഷക്കാലം ആരൊക്കെയാണ് ഈ ലോകത്തിലുള്ളത് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ യഹൂദന്മാരും ഈ മഹോദ്രവത്തിലൂടെ അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ യഹൂദന്മാരും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് എല്ലാ ജാതികളും. പ്രൈസ് ദി ലോർഡ്. എല്ലാ ജാതികളും ഈ മഹോദ്രവത്തിലൂടെ കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ മഹോദ്രവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ ജാതികളെന്ന് പറഞ്ഞാൽ, ആമേൻ, ഈ ജാതികളെക്കുറിച്ച് എല്ലാ മതക്കാരും, ആമേൻ, ഹല്ലേലൂയ, ഈ മഹോദ്രവത്തിലൂടെ കടന്നു. എന്നാൽ ക്രിസ്തുവിനെ സ്വീകരിച്ച് അവനെ പിൻപറ്റുന്നവരൊരു മതമല്ല, ഇതൊരു മാർഗമാണ്. ആമേൻ. മതക്കാരെക്കുറിച്ച് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ ആ വാക്യം? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. ഈ മതക്കാരുടെ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് മഹാകഷ്ടം, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. താഴോട്ട് വായിക്കാം. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. ചേർന്നതിന് ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. അവൻ യേശുക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ്. മതത്തെ പിൻപറ്റുന്നവർ നരകയോഗ്യരായിത്തീരും. എന്നാൽ നമ്മൾ ഏറ്റെടുത്ത ഈ വിശ്വാസം ഇതൊരു മതമല്ല, ഇതൊരു മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് മാർഗമാ? യോഹന്നാൻ 14:6 പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു എന്ന ഏക വഴിയിലൂടെ, ഏക മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ. മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച നമ്മൾ. ഈ കൂട്ടം ഇത് മതമല്ലാത്തതുകൊണ്ട്, മാർഗമായതുകൊണ്ട്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കാം. അതൊന്ന് ഉറപ്പിക്കുന്ന വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് 1-2 വാക്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ആമേൻ. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. മതി. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഭാഗമാണ്. പൗലോസിന്റെ കാര്യമാണ് ഇപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ഈ മാർഗക്കാരെ, ഈ മതക്കാരെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പൗലോസ് രക്ഷ പ്രാപിക്കാനുള്ള ഒരു കാരണം ഇതായിരിക്കും. എന്നെ ചിന്തിപ്പിച്ചത് അതാ. കാരണം മറ്റുള്ളവരെല്ലാം ഈ മതക്കാരെന്ന് പറഞ്ഞ് ഇവരെ തള്ളി മാറ്റുമ്പോൾ ഇതൊരു മാർഗമാണെന്നുള്ളൊരു ബോധ്യം പൗലോസിൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ആ വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ പരിശുദ്ധാത്മാവ് അവന് നൽകിയത്, അവൻ്റെ അറിവും അവൻ്റെ മതഗ്രന്ഥങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ജാതിയെ കണ്ടപ്പോൾ ഒരു പക്ഷേ ഇതൊരു മാർഗമാണ്, ഇതായിരിക്കും ഏക മാർഗമെന്നുള്ളൊരു സംശയം അവൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കാം. ഈ ദേഷ്യവും പകയൊക്കെ അവൻ്റെ ഹൃദയത്തിൽ ഉള്ളപ്പോൾ തന്നെ ആ ഒരു അംശം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അവൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പദം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ മാർഗക്കാരെ അവരെ പിടിച്ചു കെട്ടുവാൻ വേണ്ടി പോയത്. ആ സമയത്താണ് പൗലോസിൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മാർഗക്കാർ, ഇത് മതമല്ല, ഇതൊരു മാർഗമാണ്. ഒരേ ഒരു മാർഗം, പല മാർഗങ്ങളിൽ ഒരു മാർഗമല്ല, ഒരൊറ്റ മാർഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത 18-26 വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി
അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മാർഗമായിരുന്നേ, ദൈവത്തിന്റെ കരങ്ങളിൽ ഭദ്രമായിരുന്ന മാർഗം, രക്ഷയുടെ ഏക മാർഗം. ഓ ഹല്ലേലൂയ! ആ ദൈവത്തിന്റെ മാർഗം, അവിടെ പറയുക, ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. ഇത് ദൈവത്തിൻ്റെ മാർഗമാണ്. നമ്മൾ ഈ വചനം കൊണ്ട് ഇവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ വചനം നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ ചർച്ചിൽ കടന്നു വരുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് പറയാം, ഞാൻ ദൈവത്തിൻ്റെ മാർഗത്തിലാണ് നടക്കുന്നതെന്ന്. ആമേൻ, ആമേൻ. അങ്ങ് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ആമേൻ, ആമേൻ, അങ്ങ് ആ നിത്യതയിൽ പ്ലാൻ ചെയ്തൊരു മാർഗമാണ്. നിത്യതയിൽ പ്ലാൻ ചെയ്ത ഒരു മഹത്തായ മാർഗത്തിൻ്റെ അനുഗാമി എന്ന നിലയിൽ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പം രണ്ട് പേരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആരാണ് മഹോദരവാസികൾ? ഒന്ന്, അന്നുള്ള സകല യഹൂദന്മാരും. രണ്ട്, സകല ജാതി, സകല മതക്കാരും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് ഒരു കൂട്ടരുണ്ട്, കൈവിടപ്പെട്ട ദൈവസഭയിലെ അംഗങ്ങൾ. കൈവിടപ്പെട്ട ദൈവസഭയിലെ അംഗങ്ങൾ. ഒന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ. സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും, ആമേൻ, വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്കു തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഈ കൂട്ടരാണ് ഈ മഹോദരവകാലത്ത് വരുന്ന മൂന്നാമത്തെ കൂട്ടർ. അവർ കർത്താവിൻ്റെ നന്മ അറിഞ്ഞ്, കർത്താവിൻ്റെ രക്ഷ അറിഞ്ഞിട്ട് ശേഷം പിന്മാറിപ്പോകുന്ന ഈ കൂട്ടരാണ് മഹോദരവത്തിൽ വരുന്ന മൂന്നാമത്തെ കൂട്ടർ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ 3 കൂട്ടർ ഹല്ലേലൂയ മഹോദരവത്തിലൂടെ കടന്നു പോകും. ഇനി ആരാണ് മഹോദരവത്തിലെ രാജാവെന്ന് പറയുന്നത്? മഹോദരവ, അതായത് 7 വർഷക്കാലം ഈ ഭൂമിയെ മുഴുവനും ഭരിക്കുന്ന ആ രാജാവെന്ന് പറയുന്നത് ആമേൻ എതിർ ക്രിസ്തു, ആമേൻ അന്ത്യക്രിസ്തു, ആമേൻ എന്ന എതിർ ക്രിസ്തു എന്ന വ്യക്തിയാണ് ഈ രാജ്യം, അപ്പോൾ ഈ ലോകം മുഴുവനും ഭരിക്കുന്നത് ആ വ്യക്തിയാണ്. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, ആമേൻ, ഈ ലോകത്തിലെ, ഈ ഭൂമിയിലെ അവസാനത്തെ രാഷ്ട്രഭരണമാണ് അപ്പോൾ സംഭവിക്കുന്നത്. ആമേൻ. അവസാനത്തെ രാഷ്ട്രഭരണമാണ് ഈ മഹോദരവ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. അതുമാത്രമല്ല, ലൂസിഫർ ജഡാവതാരമെടുത്ത് ആമേൻ ഭരണം നടത്തുന്ന കാലഘട്ടമാണ് മഹോദരവ കാലം. പ്രൈസ് ദി ലോർഡ്. ലൂസിഫർ ജഡ അവതാരമെടുത്തിട്ട് ഭരണം നടത്തുന്ന കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കൊരു ചിന്തയുണ്ട്, പിന്മാറിപ്പോയാലും, ചിലർക്കൊരു ചിന്തയുണ്ട്, ഒരുപക്ഷെ പിന്മാറിപ്പോയാലും ചില ദൈവമക്കൾക്ക് കുറച്ച് വർഷങ്ങളൊക്കെ ചെല്ലുമ്പോഴത്തേന് അവരൊരു ചിന്താഗതി, ആ പിന്മാറിപ്പോയാലും മഹോദരവത്തിൽ കാലഘട്ടത്തിൽ എനിക്ക് വേണമെങ്കിൽ മാനസാന്തരപ്പെടാൻ അവസരമുണ്ടല്ലോ, അവിടെ നമ്മൾ ചെല്ലുമല്ലോ പിന്മാറിപ്പോയവർ. പക്ഷേ ഇത്രയും സൗകര്യങ്ങൾ ലഭിച്ചിട്ട് ഇപ്പം മാനസാന്തരപ്പെടാത്തൊരു വ്യക്തി, അവിടെ അന്ന് 666 നമ്പർ ഇല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത ആ കാലഘട്ടത്തിൽ ആമേൻ എങ്ങനെ മാനസാന്തരപ്പെടുമെന്നാണ് പറയുന്നത്? ഒരിക്കലും സാധ്യമല്ല. ആമേൻ. ഈ മുദ്ര ഇനി ഏറ്റാലോ അവനെ പിന്നെ സ്വർഗത്തിലോട്ട് കയറ്റത്തുമില്ല. ആമേൻ. രണ്ടിനാലും കെട്ട അവസ്ഥയായി പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിൽ, ഈ സുദിനത്തിൽ അവൻ്റെ മാറോട് ചേർന്ന് വചനപ്രകാരം ആത്മനിറവോടുകൂടെ നമുക്ക് യാത്ര ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. ഇനിയും ഹല്ലേലൂയ. ഈ മഹോദരവത്തിൻ്റെ ഒടുവിൽ എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധരും ആമേൻ ഒലിവ് മലയിൽ കാലുകുത്തും. ഒന്ന് വായിക്കാമോ? സക്കറിയ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഈ മഹോദരവത്തിൻ്റെ ഒടുവിൽ സംഭവിക്കുന്ന കാര്യമാണ്. സക്കറിയാവ് 14:4. അന്നാളിൽ
അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. അന്നാളിൽ അവന്റെ കാൽ എതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ആമേൻ. ഹല്ലേലൂയ. വായിക്കാം. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. ആമേൻ. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. മതി. ആമേൻ. അന്നാളിൽ അവന്റെ കാൽ കിഴക്കുള്ള ഒലിവുമലയിൽ ചവിട്ടും. അന്ന് വരുന്നതാ നമ്മൾ നേരത്തെ പഠിച്ചത്, തൻ്റെ വിശുദ്ധന്മാരോടൊത്ത്. ആമേൻ. നമ്മളോടൊത്ത് അന്ന് അവൻ വന്ന് ഒലിവുമലയിൽ കാല് ചവിട്ടിയിട്ട് നമ്മൾ കേട്ടതുപോലെ കിഴക്കുള്ള, ഇതുവരെ ആരും കയറാത്ത അടഞ്ഞു കിടക്കുന്ന കിഴക്ക് വാതിലിലൂടെ യെരൂശലേമിലേക്ക് കടന്നു വന്നിട്ട് യെരൂശലേമിൽ ഹല്ലേലൂയ തലസ്ഥാനമാക്കി തൻ്റെ ഭരണം ഏറ്റെടുക്കുകയും ആമേൻ അതേ തുടർന്ന് ഈ ക്രിസ്തുവിനെ, ഈ ലൂസിഫറിനെ എന്നേക്കുമായിട്ട് 1000 ആണ്ട് കാലത്തേക്ക് ചങ്ങലക്കിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഈ ലോകത്തിൻ്റെ അധികാരം സകലതും ഹല്ലേലൂയ 1000 ആണ്ട് കാലം തൻ്റെ വിശുദ്ധരോടൊപ്പം ഈ ഭൂമിയിൽ വസിക്കും. ആമേൻ. ആ കാലത്തെക്കുറിച്ച് പറയുന്ന ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് വായിക്കാമോ? ആമേൻ. ആ കാലത്ത് ആരാണ് ഈ ലോകത്തെ ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ യെശയ്യാ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ആ രാജാവ് നീതിയോടെ വാഴും. ഒരു രാജാവ് നീതിയോടെ വാഴും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നീതിയോടെ വാഴും. ആമേൻ. പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, അവിടെ ഇരിക്കുന്ന ആ പ്രഭുക്കന്മാർ ആരാന്നറിയോ? ഞാനും നിങ്ങളുവാ. ആമേൻ. രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരുള്ള കർത്താവിന് വേണ്ടി നിലനിന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ആ അവരെയാണ് അവിടെ പ്രഭുക്കന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ ന്യായത്തോടെ അധികാരം നടത്തും. നീ ഈ വചനം എടുത്തതിൻ്റെ പേരിൽ എന്നെ നിങ്ങളെ നിന്ദിച്ച നാട്ടിൽ, ഹല്ലേലൂയ, പ്രയാസപ്പെടുത്തിയ നാട്ടിൽ, കുറ്റപ്പെടുത്തിയ നാട്ടിൽ, പരിഹസിച്ചവരുടെ നാട്ടിൽ നീ ഹല്ലേലൂയ മഹത്വമുള്ള ശരീരത്തോടുകൂടി ഹല്ലേലൂയ അധികാരം ചെയ്യുന്ന കാലം. പ്രൈസ് ദി ലോർഡ്. അധികാരം നടത്തുന്ന 1000 ആണ്ട് കാലം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അംഗമാകുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 1000 ആണ്ട് കാലത്ത് ഈ ഭൂമിയിൽ എന്താ സംഭവിക്കുന്നത്? അതേ യെശയ്യാ പ്രവചനം 11-ാമത്തെ അധ്യായം 5 മുതൽ ഒന്ന് വായിക്കാമോ? നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. 1000 ആണ്ട് വർഷം ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവും നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന ആ സമയത്ത് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ആമേൻ. വായിച്ചേ. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും. ആമേൻ. പശുകിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ആമേൻ. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും. ആമേൻ. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. ആമേൻ. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. ആമേൻ. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും. അതായത് പറഞ്ഞു വന്നാൽ പകയില്ല, പിണക്കമില്ല, വിദ്വേഷമില്ല, പാപമില്ല, ഒന്നുമില്ലാത്ത ആദിയിൽ ആദാമും ദൈവവും പ്രതിദിനവും സായങ്കാലങ്ങളിൽ ദൈവം വന്ന് ആദാമിനോടും ഹവ്വയോടും ചേർന്ന് വസിച്ചതുപോലെ. ആമേൻ. അന്ന് മൃഗങ്ങളെല്ലാം ഒരുമിച്ച് വസിച്ചത് പാപം വരുന്നതിന് മുൻപ് എല്ലാ സകല മൃഗങ്ങളെയും അരികെ വിളിച്ചിട്ട് ആദാം പേരിട്ടിട്ട്, ഞാൻ എൻ്റെ ഭാവനയിൽ പലപ്പോഴും അതിങ്ങനെ ചിന്തിക്കാറുണ്ട്. ആമേൻ. ആദാം ഒരു കല്ലിന്മേലും എല്ലാം കയറി ഇരുന്നിട്ട് പിന്നെ ആന ഇങ്ങോട്ട് വരുമ്പോൾ ആനയ്ക്ക് പേരിടുന്നു, കുതിര വരുമ്പോൾ കുതിരയ്ക്ക് പേരിടുന്നു. അങ്ങനെ മൃഗങ്ങൾക്കെല്ലാം പേരിട്ട് അവരെല്ലാം കൈ കാണിച്ചിട്ട് പോകുന്നു. അല്ലെങ്കിൽ ആദാം അവിടെ ഇരിക്കുമ്പം അതുവഴി പോകുന്ന വഴിക്ക് കൈ കാണിക്കുന്നു, തുമ്പിക്കൈ എടുത്ത് കാണിക്കുന്നു. അത്ര സ്നേഹത്തിലും സന്തോഷത്തിലും അന്നിരുന്നത് പോലെ നമ്മുടെ 1000 ആണ്ട് വാഴ്ചയിലും നമ്മുടെ മണവാളനാകുന്ന യേശുവിനോട് നമ്മളായിരിക്കുമ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 1000 ആണ്ട് വാഴ്ചയ്ക്കൊടുവിൽ ഈ ബന്ധിച്ച് ഇട്ടിരുന്ന സാത്താനെ അഴിച്ചുവിടും.
ആമേൻ. ഈ അഴിച്ചുവിടുന്ന സമയത്ത് ഉടനെ തന്നെ ഈ പിശാച് തൻ്റെ കൂട്ടാളികളെയും ചേർത്തുകൊണ്ട് കർത്താവ് തലസ്ഥാനമായി നിൽക്കുന്ന യെരുശലേമിനെ ആക്രമിക്കുവാൻ കടന്നു വരും. ആമേൻ. ഈ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സകല വിശുദ്ധന്മാരെയും ഞൊടി നേരം കൊണ്ട് സ്വർഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആമേൻ ഈ ഭൂമിയെ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾ ഈ പത്രോസിലൂടെ കാര്യമാണ് പത്രോസ് സാക്ഷ്യം പറയുന്നത്. ഇനി നമുക്ക് ആ പത്രോസിൻ്റെ സാക്ഷ്യത്തിലേക്ക് കടന്നു വരാം. ഒന്ന് വായിക്കാമോ? 2 പത്രോസ് 3-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു. അന്ന് സംഭവിക്കുന്ന 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. നമ്മളെ ഭക്തരായ വിശുദ്ധരെ സ്വർഗത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആമേൻ ഈ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ മൂലപദാർത്ഥങ്ങൾ, അതായത് ഈ ഭൂമിയിലുള്ള എല്ലാ പദാർത്ഥങ്ങൾ, അതായത് ഈ ഭൂമി കത്തി അഴിയും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. അതിലുള്ള സകല പണികളും വെന്തുപോയി ഈ ഭൂമിയെ ദൈവം ശുദ്ധീകരിക്കും. ഈ ഒരു കാര്യമാണ്, ഈ ഒരു ദർശനമാണ് അമ്മേ ഹല്ലേലൂയ മീൻപിടുത്തക്കാരനായ മുക്കുവാനായ പത്രോസിന് നൽകിയത്. തുടർന്ന് നമുക്ക് ചരിത്രം പഠിക്കുകയാണെങ്കിൽ തന്നെ ആമേൻ ആറ്റം തിയറി പോലും കണ്ടുപിടിച്ചു ഈ ബൈബിളിലെ ഈ സന്ദർഭങ്ങളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. ആറ്റം തിയറിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപേ ബൈബിൾ എഴുതിയിട്ടുണ്ട് ഈ മൂലപദാർത്ഥങ്ങൾ കത്തി അഴിഞ്ഞു പോകുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു മുക്കുവനായ ഒരുവൻ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവൻ ജ്ഞാനത്തോടെ വചനം സംസാരിച്ചുവെങ്കിൽ ഹല്ലേലൂയ, അവനെ വിശ്വസിക്കുന്ന, അവനുവേണ്ടി നിലനിൽക്കുന്ന, വചനത്തെ ധ്യാനിക്കുന്ന എന്നെ നിങ്ങളെയും തൻ്റെ വചനത്താൽ നിറയ്ക്കാൻ ദൈവം എന്നും ഒരുക്കമാണ്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നടക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. തുടർന്ന് യൂദയുടെ ദർശനത്തിൽ നമുക്കൊന്ന് വായിക്കാം. യൂദയുടെ ലേഖനം നമ്മളത് ഒരിക്കൽ വായിച്ചതാണ്. 14-15 വാക്യങ്ങൾ. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല ദുഷ്ടൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. 1000 വിശുദ്ധന്മാരോടുകൂടെ സകല മനുഷ്യനെ ബോധം വരുത്തുവാൻ വരുന്ന ഒരു കർത്താവ്. ആമേൻ. ഈ യൂദയ്ക്ക് നോഹയ്ക്ക് ഹാനോക്കിന് ലഭിച്ചിരുന്ന ആ ദർശനത്തെ പഴയ നിയമത്തിൽ എഴുതാതെ യൂദയിലൂടെ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. 1000 വിശുദ്ധന്മാരോടൊപ്പം അന്ന് വരുമെന്നും അന്ന് ഹല്ലേലൂയ നമ്മളെ ഒരു അതിശയ വിഷയമാക്കി മാറ്റുമെന്നും. ആമേൻ. ആ പുതിയ നമുക്കറിയാം ഇവിടെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നു, അനന്തരം ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമിയും വന്നുവെന്ന്. ആ പുതിയ ഭൂമിയിലും പുതിയ ആകാശവും നിറഞ്ഞ ആ പുതിയ ഭൂമിയിൽ ദൈവത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ആ വിശുദ്ധ മന്ദിരം ദൈവം ആ വിശുദ്ധ മന്ദിരത്തെ ദൈവം കൊണ്ടുവരും. അതിനുശേഷം തൻ്റെ ഭക്തന്മാരെയെല്ലാം ഈ വിശുദ്ധന്മാരെയെല്ലാം ഒരു അതിശയ വിഷയമാക്കി മാറ്റും. അതും വെളിപ്പാട് പുസ്തകം ആമേൻ ഹല്ലേലൂയ 19-ാം അധ്യായം 8 ആമേൻ ഹല്ലേലൂയ 14 വാക്യങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. ആമേൻ നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ വെള്ള കുതിര പുറത്ത് കയറി നമ്മുടെ അരുമനാഥനായ യേശുവിനെ അനുഗമിക്കുമെന്നുള്ള ആ സത്യം ആ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഹല്ലേലൂയ ആമേൻ നമ്മളൊരു അതിശയ വിഷയമായി മാറും. അതുമാത്രമല്ല ആ കാലഘട്ടത്തിൽ നടക്കുന്നതാണ് അന്ത്യന്യായവിധി. അതിനൊടുവിൽ ഹല്ലേലൂയ നിത്യശിക്ഷാവിധി സംഭവിക്കും. അനന്തരം നമ്മൾ അരുമനാഥനോടൊപ്പം നിത്യകാലം വസിക്കും. അത് ഇനിയുള്ള ദിവസങ്ങളിൽ ആ നിത്യതയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസൻ നമ്മൾക്ക് ക്ലാസ് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആമേൻ. അങ്ങനെ ഈ 5 അപ്പോസ്തലന്മാരുടെ സാക്ഷ്യത്തിലൂടെ നമ്മൾ ഈ ദിവസം കേട്ടതുപോലെ ആമേൻ ഈ 4 സാക്ഷ്യങ്ങൾ, 1 പ്രവാചകൻ്റെ സാക്ഷ്യം, ആമേൻ 2 ആമേൻ അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം, 3 ഹല്ലേലൂയ കർത്താവിൻ്റെ സാക്ഷ്യം, ആമേൻ 4 സ്വർഗീയ സാക്ഷ്യം, സ്വർഗീയൻ്റെ സാക്ഷ്യം. ഈ സാക്ഷ്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് എൻ്റെ കർത്താവായ യേശുക്രിസ്തു കടന്നു വരുമെന്നാണ്.
അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ കേട്ട വചനങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കിക്കൊണ്ട് ആമേൻ, ദൈവവചന വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു ആമേൻ, ലവോദിക്ക സഭ ഏതു സഭയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ആ സഭക്കാർ പ്രതിദിനം അവർ കേട്ട വചനം പ്രതിദിനവും അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു പോന്നു. അവർ സഭക്കാരെ കുറിച്ച് പറയുന്നതാണ്. എന്നതുപോലെ നിങ്ങൾ ഈ നാളുകളിൽ ഈ ദിവസങ്ങളിൽ കേട്ട വചനം ആമേൻ, ഞാൻ ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു വചനത്തിന് മറ്റൊരു വചനം കൊണ്ട് വ്യാഖ്യാനിച്ചതല്ലാതെ എൻ്റെ കയ്യിൽ നിന്നൊന്നും എടുത്ത് ഞാൻ വ്യാഖ്യാനിച്ചിട്ടില്ല. ആ കേട്ട വചനം അങ്ങനെ തന്നെ ഒന്ന് നിങ്ങൾ വചനത്തിൽ പരിശോധിച്ച് നിങ്ങളുടെ പ്രത്യാശ പുതുക്കേണ്ടത് ഹല്ലേലൂയ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ അതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. അതിനാൽ ഈ നാളുകളിൽ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കിയാൽ അവന് വേണ്ടി എരിവോടെ നിൽക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ആ മണവാളൻ്റെ വരവിന് വേണ്ടി ആർത്തിയോടെ പ്രത്യാശയോടെ ഹല്ലേലൂയ വചനത്തിൽ ഉറച്ചുകൊണ്ട് ആത്മനിറവോടുകൂടെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ രാജാധിരാജൻ വരുന്നിതാ. തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ കർത്തൻ വരവിനായി കാത്തിരിക്കുന്ന ഞാൻ കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ. കർത്തൻ വരവിനായി കാത്തിരിക്കുന്ന ഞാൻ കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ. കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനിയോ കാലങ്ങൾ ദീർഘമാക്കല്ലേ, കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനിയോ കാലങ്ങൾ ദീർഘമാക്കല്ലേ. രാജ വരുന്നിതാ തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജ വരുന്നിതാ തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. വനവും ഭൂമിയും ഒഴിഞ്ഞു പോകുമേ, നിത്യരാജ എനിക്കായി താനൊരുക്കുന്നേ. വനവും ഭൂമിയും ഒഴിഞ്ഞു പോകുമേ, നിത്യരാജം എനിക്കായി താനൊരുക്കുന്നേ. എന്നതിൽ പോകിടും ഞാൻ പ്രിയ, എന്നതിൽ പോകിടും ഞാൻ, എന്നതിൽ പോകിടും ഞാൻ പ്രിയ, എന്നതിൽ പോകിടും ഞാൻ. രാജാതിരാജ വരുന്നിതാ തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജ വരുന്നിതാ എന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. പീഡകൾ വന്നാലോ ഭയമെനിക്കില്ല, പാടുകൾ സഹിച്ച വന്നാലോ ഭയമെനിക്കില്ല, പാടുകൾ സഹിച്ച ക്രിസ്തു എന്നായത് വൻകൃപ തോന്നിടുമേ. തന്റെ വൻകൃപ തോന്നിടുമേ, വൻകൃപ തോന്നിടുമേ. തന്റെ വൻകൃപ തോന്നിടുമേ, ഓ വൻകൃപ തോന്നിടുമേ. തന്റെ വൻകൃപ തൻകൃപ തോന്നിടുമേ, എന്റെ വൻകൃപ തോന്നിടുമേ. രാജാതിരാജ വരുന്നിതാ തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജ വരുന്നിതാ തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. എന്തേഹം രോഗത്താ ജയിച്ചെന്നാകിലോ ദേഹസഹിതനായി കാണും ഞാൻ. എന്തേഹം രോഗത്താ ജയിച്ചെന്നാകിലോ ദേഹസഹിതനായി
പ്രിയനെ കാണും ഞാൻ. അവനെന്റെ വൈദ്യനല്ലോ അവനെന്റെ വൈദ്യനല്ലോ അവനെന്റെ വൈദ്യനല്ലോ വൈദ്യനല്ലോ അവനെന്റെ വൈദ്യനല്ലോ വൈദ്യനല്ലോ സ്വർഗീയ സിയോനിൽ പ്രിയനോടൊത്തും ഞാൻ വാണിടും നാളെ ഞാൻ കാത്തിടുന്നേ പ്രിയ സ്വർഗീയ സിയോനിൽ ഓരാമധേരെ കാത്തിടുന്നേ പ്രിയ വരണേ വേഗം ആമേൻ കർത്താവ് വരണേ ആമേൻ കർത്താവ് ഓ ഹല്ലേലൂയ ആമേൻ കർത്താവ് വരണേ ആമേൻ കർത്താവ് വരണേ വേഗം ആമേൻ കർത്താവ് വരണേ ആമേൻ കർത്താവ് വരണേ വേഗം ആമേൻ കർത്താവ് വരണേ ആമേൻ കർത്താവ് വരണേ ആമേൻ കർത്താവ് വരണേ ആമേൻ കർത്താവ് വരണേ വേഗം ആമേൻ കർത്താവ് വരണേ ആമേൻ കർത്താവ് വരണേ ആമേൻ കർത്താവ് ഓ ഹല്ലേലൂയ നവശകരദര വൈദവരവശംദരാരഗര ഹല്ലേലൂയ 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 ഹോരദര ശകരദര വൈദവരവശംദരാരഗര ഹല്ലേലൂയ എന്തേഹം രോഗത്താ ക്ഷീണിച്ചെന്നാകേലോ ദേഹസഹിതനാ പ്രിയരെ കാണും ഞാൻ. Hallelujah. 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 Praise you, Jesus. രാജാതിരാജൻ വരുന്നിതാ തൻ്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ 3 ദിവസക്കാലം മാറ്റമില്ലാത്ത ദൈവിക ആലോചനയെ അതിമനോഹരമായ തലത്തിൽ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിപ്പാനിടയായി. ഞാൻ പ്രത്യേകം നന്ദിയെ കരയേറ്റുന്നു, നന്ദി അറിയിക്കുന്നു. The effort you took towards the church, ദൈവസഭയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന എഫേർട്ടിനായി ഇത്രയും മനോഹരമായ രീതിയിൽ ഈ ക്ലാസ് എടുത്ത് തീർക്കുവാൻ ദൈവദാസനെ അതിനുവേണ്ടി ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് എടുക്കാനുള്ള ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഞാൻ ആ സെക്ഷൻ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ 5 ടോപ്പിക്സും ഞാൻ എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഞാൻ എടുക്കാം. കാരണം he has covered completely on the judgment day. Completely the topics have been judgment കുറിച്ചുള്ള ടോപ്പിക്സ് എടുത്തു. എങ്ങനെ സംഭവിക്കും, എവിടെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, എന്തിന് സംഭവിക്കും, ആരൊക്കെ ന്യായവിധിയിൽ വന്ന് നിൽക്കുമെന്ന് വരെ ഇന്ന് ആമേൻ സ്തോത്രം അത് കൃത്യമായി വെളിപ്പെടുത്തുവാനിടയായി. ഇനിയും നാളെ ഉള്ള 2 ദിവസങ്ങളിൽ